ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് കുറേ നാൾ കൂടി ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാം. നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പാണ്. സൂപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് സ്റ്റോക്ക് ഉണ്ടാക്കണം. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ വിത്ത് ബോണാണ്. 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഒരു ക്യാരറ്റ്, 5 അല്ലി വെളുത്തുള്ളി, ഓണിയൻ സ്പ്രിങ്, ഒരു സവാള ഒക്കെയാണ് വേണ്ടത്. ഇതെല്ലാം ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1.5 ടീസ്പൂൺ പെപ്പർ കൂടി ആഡ് ചെയ്യാം. കൂടാതെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു 25 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അതിന് മുൻപായി ആദ്യം നമുക്കിതിൽ ചിക്കനും വെജിറ്റബിൾസും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ചിക്കൻ സ്റ്റോക്ക് റെഡിയായി. ഇനി നമുക്ക് ബോണൊക്കെ മാറ്റി ചിക്കൻ നല്ലപോലെ ഷ്രെഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഷ്രെഡ് ചെയ്തു. ഇനി നമുക്ക് കോൺ റെഡിയാക്കാം. ഞാനിവിടെ 2 കോണാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ കോൺ സ്റ്റീം ചെയ്യണം. എന്നിട്ട് കോൺ നമുക്ക് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കോണിൽ നിന്ന് പകുതി എടുത്ത് നല്ലപോലെ അരയ്ക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് സൂപ്പ് പ്രിപ്പയർ ചെയ്യാം. ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കോൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അരച്ചെടുത്ത് കോണിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് അടച്ചിട്ട് സിമ്മിൽ വെച്ച് വേവിക്കാം. ഇത് നമ്മുടെ സൂപ്പിന് നല്ല തിക്കായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ബേസ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റായി. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. 10 മിനിറ്റായി ഇപ്പോൾ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ ചെറുതാക്കി കട്ട് ചെയ്ത് ആഡ് ചെയ്യാം. കൂടാതെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുത്തതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഷ്രെഡഡ് ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. 1 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീമി കോൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ചിക്കൻ സ്റ്റോക്കും ആഡ് ചെയ്യാം. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോൾട്ടും പെപ്പറും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് സിമ്മിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഒഴിച്ചു കൊടുക്കാം. സ്പൂൺ വെച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സൂപ്പ് ഓൾമോസ്റ്റ് റെഡിയായി. ഇനി ഇത് കുറച്ചുകൂടെ തിക്കണാവാനായിട്ട് നമുക്ക് കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ കോൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിളച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് റെഡിയായി. ഇനി ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.